ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ദിലീപ് നായകനെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് പവി കെയർടേക്കർ. ആക്ടർ കൂടിയായ വിനീത് കുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് നൈറ്റ് ഔട്ടിന് പോവുകയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് കാരണം തോന്നുകയാണെങ്കിൽ ഈ സിനിമ എന്തായാലും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ് ഓഫ് കോമഡി അതൊക്കെ കണ്ട് നമുക്കൊരു 2.5 hours ദിലീപായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അതിൽ കൂടുതൽ സിനിമയൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഒരു 2-3 പാട്ടുകളും കുറച്ച് ഇമോഷണൽ സീൻസും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സും അങ്ങനെ ഒരു സിമ്പിൾ രീതിയിൽ പോകുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇത് നല്ലപോലെ വർക്കാവാൻ ചാൻസ് ഉണ്ട്. പവി കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൻ്റെ കെയർടേക്കറാണ്. രാത്രി സമയത്തൊക്കെ പുള്ളി സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി കൂടി ചെയ്യാറുണ്ട്. പുള്ളിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലോണുകളുള്ള ഒരു ലോൺലി മാനാണ് പുള്ളി. എല്ലാ കാര്യത്തിലും ഇടപെടും, പിന്നെ എല്ലാ കാര്യത്തിലും തലയിടും. കുറച്ച് വിയേർഡ് സ്വഭാവമാണ്, പക്ഷേ എന്നാലും ആളുകൾക്കൊക്കെ പുള്ളീനോട് എന്തോ ഒരു ഇഷ്ടമാണ്. ഫ്ലാറ്റിലെ റെസിഡൻസിനൊക്കെ ഒരു സഹായിയായിട്ടുള്ള പുള്ളിയാണ് പവി. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും. എന്നാൽ ഒരു കെയറേട്ടായും കൂടിയാണ്. ഒരുപാട് അങ്ങോട്ട് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറുന്നൊരു കെയർടേക്കറാണ് ദിലീപ് ചെയ്യുന്ന പവി എന്ന ക്യാരക്ടർ. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഹ്യൂമർ ട്രാക്കിൽ പോകുന്ന ഒരു ഫിലിമാണ്. പക്ഷേ ഇതിലെ കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഒരു 20 കൊല്ലം ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം വാതിലിൻ്റെ ഇടയിൽ വിരൽ പോകുമ്പോഴുള്ള തമാശ, തലയിൽ അരിപ്പൊടി വീഴുമ്പോഴുള്ള തമാശ, അങ്ങനത്തെ ടൈപ്പ് ഒരു സ്ലാപ്സ്റ്റിക് നേച്ചറാണ് ഈ സിനിമ ത്രൂ ഔട്ട് പിടിച്ചിട്ടുള്ളത്. പണ്ടത്തെ CID മൂവ്സൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ആ ഒരു ടൈപ്പ് ഓഫ് ജോൺറയിലുള്ളൊരു മൂവിയാണ്, ഒരു ബ്രെയിൻലെസ് മൂവിയാണ്, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. പക്ഷേ ഇത് റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന സിനിമ തന്നെയാണ്. പക്ഷേ ദിലീപ് ഇപ്പോഴും പണ്ടത്തെ 2000-ലെ ദിലീപിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇതിലൊരു സീനുണ്ട്, അതായത് മരപ്പട്ടീനെ ദിലീപ് പിടിക്കാൻ വേണ്ടി പോകുന്നൊരു സീനാണ്. ഒരു 15 മിനിറ്റ് ആ സീനിങ്ങനെ വലിച്ചു നീട്ടി നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ദിലീപേട്ടൻ അങ്ങനെ പാടുപെടുന്നുണ്ട്. അതായത് ഒരു CG ആയിട്ടുള്ളൊരു മരപ്പെട്ടി, നമ്മൾ മിസ്റ്റർ ബീൻ വേഴ്സസ് ബി എന്നൊരു സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ ഒരു ചെറിയൊരു സാധനത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മൊത്തം മറച്ചിടും. അങ്ങനത്തെ ടൈപ്പ് ഒരു കോമഡിയാണ് ദിലീപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇതൊക്കെ കണ്ട് എനിക്ക് ചുറ്റും ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒട്ടും വർക്കായില്ല ഈ കോമഡി. ആവേശം എന്നുള്ള സിനിമ കണ്ടപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു അത് ഫഹദിൻ്റെ അഴിഞ്ഞാട്ടമാണെന്ന്. പക്ഷേ ഇതിൽ ദിലീപിൻ്റെ തോന്നിയാസാണ്. ഇമോഷണൽ രംഗങ്ങളിലേക്ക് വരുമ്പോൾ ദിലീപ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി ആക്ച്വലി നല്ലൊരു ആക്ടറാണ്. അരികെ, കഥാവശേഷൻ അതുപോലെയുള്ള സിനിമകളിലൊക്കെ നല്ല സീരിയസ് ആയിട്ടുള്ള റോൾ ചെയ്യുമ്പോൾ പുള്ളി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കോമഡിയുടെ കാര്യത്തിൽ പുള്ളി ഇപ്പോഴും സിനിമ മാറിയതും അപ്ഡേറ്റഡ് ആയതും പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെ കിടക്കുകയാണ്. അതായത് ഒരാൾ മറിഞ്ഞു വീഴുമ്പോൾ തമാശ, അങ്ങനത്തെ ടൈപ്പ് സ്ലാപ്സ്റ്റിക് സാധനം മാത്രമേ ഹ്യൂമറിൽ വർക്കൗട്ട് ആവുമെന്നാണ് ദിലീപ് ഇപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇമോഷണൽ സീൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള പുള്ളി ഇതിൽ ഹ്യൂമറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നല്ല പരാജയമാണ്. പിന്നെ എനിക്ക് തോന്നിയത് ബാൻഡ്ര, തങ്കമണി എന്നീ സിനിമകളൊക്കെ ഫ്ലോപ്പ് ആയതിനു ശേഷം ദിലീപ് നമ്മുടെ ഡയറക്ടർ വിനീത് കുമാറിൻ്റെ അടുത്ത് ബോഡി ഗാർഡിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഇതൊന്ന് റീമിക്സ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ബോഡി ഗാർഡ് തന്നെ അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എടുത്തിട്ട് ഒന്ന് പൊടി തട്ടി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ബാക്കി ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ജോണി ആൻ്റണി തൻ്റെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധർമ്മജൻ എന്തിനോ വേണ്ടി വന്നു പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ 5 പുതുമുഖ നായികമാരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ ഭേദപ്പെട്ട പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ അത്രയും പേരുടെ ആവശ്യം ഈ സിനിമയിൽ, ഈ കഥയിൽ അവരുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്തിരി ഡൗട്ട്ഫുള്ളാണ്. സിനിമയുടെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ, എഡിറ്റിംഗ്, പിന്നെ സംഗീതം ഇതെല്ലാം ഒരു ആവറേജ് ലെവലിൽ തന്നെ നിന്നിട്ടുണ്ട്. ഒന്നങ്ങനെ മോശമാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കോ ക്യാമറ വർക്കോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ അത്യാവശ്യം ഡീസൻറ്റ് രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കുറച്ചുകൂടി വർക്കാവാൻ ചാൻസ് ഉള്ളത് ഫാമിലി ഓഡിയൻസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവേശം പോലൊരു സിനിമ കണ്ടിട്ട് ചിലർ പറയണ്ടേ ഇതിനകത്ത് കള്ളും കഞ്ചാവും പ്രൊമോട്ട് ചെയ്യുന്നു, അങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റ്സ്. ഞാൻ ആലോചിക്കായിരുന്നു, അതായത് ഗുണ്ടകളുടെ ഒരു സ്പൂഫ് പറയുന്ന ഒരു സിനിമയിൽ അവരെ കൊണ്ട് നാദസ്വരവും പഞ്ചാരമേളമൊന്നും കൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതും ഗ്ലോറിഫൈ ചെയ്യാതെയാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇത്തിരി ഓവറായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഈ സിനിമ കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്കാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിലങ്ങനെ വെള്ളോടി പരിപാടിയോ പുകവലിയോ അങ്ങനത്തെ ദുശീലങ്ങളെ പറ്റിയോ ഒന്നുമില്ല. ഒരു ക്ലീൻ പടം എന്ന് തന്നെ പറയാം. അതായത് വെറുതെ ഇങ്ങനെ കണ്ട് മറക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ദിലീപിൻ്റെ ഫാൻസും ഇങ്ങനെ കുടുംബ പ്രേക്ഷകരും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വിനീത് കുമാറിൻ്റെ പ്രീവിയസ് ഫിലിംസാണ് അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട്. ഇതിൽ ഡിയർ ഫ്രണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ലൊരു വെറൈറ്റി കോൺസെപ്റ്റും നല്ല രീതിയിൽ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബോക്സ് ഓഫീസിലെ ഒരു ഡിസാസ്റ്ററായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു വേർഡിക്റ്റ് ആയിരിക്കും വിനീത് കുമാറിനെ കൂടി ഇങ്ങനത്തെ ഒരു ഫിലിം കമ്മിറ്റ് ചെയ്യിപ്പിച്ചത്. കാരണം ദിലീപ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ക്രൗഡ് പുള്ളിയാൻ കുറച്ചുകൂടി ഈസിയറാണ്. അപ്പോൾ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടും,
കുറച്ചുകൂടി സേഫ് സൈഡിൽ കാര്യങ്ങൾ പോകും. എക്സ്പെരിമെൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിലീപിൻ്റെ ഒരു ഫൺ ഫിലിം എന്നൊരു രീതിയിൽ വർക്ക് ആവാൻ ചാൻസ് ഉണ്ടാവും. ഫിലിമിൽ ദിലീപിൻ്റെ ഹ്യൂമറൊന്നും ഒരുപാട് അങ്ങനെ വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ബോഡി ഷേമിങ്ങും കാര്യങ്ങൾക്കൊന്നും സ്കോപ്പില്ലാത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആക്ഷൻ കോമഡി ചെയ്യേണ്ടി വരികയാണ്. അതായത് ത്രൂ ആക്ഷൻസ് പുള്ളി നമ്മളെ ചിരിപ്പിക്കാനൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. സോ ആസ് എ ഹോൾ ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിന് ഇത് ബെസ്റ്റ് ഫിലിമായിരിക്കും. ഒരു ഫാമിലി ഓഡിയൻസിന് ചെല്ലുമ്പോൾ ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. അവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യാണ്. പക്ഷേ കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളൊരു ഹ്യൂമറും നല്ലൊരു സ്റ്റോറിയും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ഇതൊരു വൺ ടൈം വാച്ച് അല്ലെങ്കിൽ ഒരു ആവറേജ് ഫ്ലിക്കായിട്ടാണ് ഞാനിതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.